എഫ്ഐആർ ആദ്യം പോകുന്നത് കണ്ണൂരിലേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 47 കിലോമീറ്റർ അകലെയുള്ള ഉളിക്കലിലേക്ക്. അവിടെ 35-കാരിയായ യുവതിയെ ഭർത്താവ് വീട്ടിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതി വന്നിട്ടുണ്ട്. വൈത്തൂർ സ്വദേശി അഖിലിനും അഖിലിന്റെ അമ്മയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഭർത്താവിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആ പെൺകുട്ടി, ആ യുവതി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. യുവതി ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത്. ഭർത്താവ് അഖിലും ഭർത്തൃമാതാവ് അജിതയും യുവതിയെ മുറിയിൽ കൂട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. എനിക്ക് ഭക്ഷണം എനിക്ക് ഇറങ്ങുന്നില്ല. അന്നേരം എന്റെ അമ്മയമ്മ കൈ പിടിച്ചു വെച്ചു കൊടുക്കല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാത്തത് കൊണ്ടായിരിക്കാം ആരോ പിടിച്ചു വെച്ചതുപോലെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഇടുന്ന വീഡിയോസിലെല്ലാം നമ്മളിത് പറയുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് പറയാം. അതാകുമ്പം വീഡിയോയ്ക്ക് ഒരു ഹരം ആയിക്കോട്ടെ. അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്നലെ കൂടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. നിങ്ങളിപ്പോൾ കണ്ടൊരു ന്യൂസ്, ഒരു സ്ത്രീനെ വീട്ടിലെ മുറിയിൽ അടച്ചിട്ടിട്ട് ഭർത്താവിൻ്റെ മാതാവും കൂടെ തല്ലിച്ചതച്ച വീഡിയോ ആണ് കണ്ടിട്ടുള്ളത്. ആ സ്ത്രീൻ്റെ മുഖത്ത്, കണ്ണില്, വായയിൽ, ചുണ്ടില്, കഴുത്തിൽ ബെൽറ്റ് വെച്ച് ഇറുക്കിയതും മുറുക്കിയതുമായിട്ടുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല, തൊണ്ടയിൽ നിന്ന് ഉമിനീര് പോലും ഇറങ്ങുന്നില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഭർത്താവ് മർദ്ദിച്ചതിനുള്ള കാരണമാണ് വിറ്റ്. ഭാര്യ ജോലിക്ക് പോകുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോഴും 2025 ആയി എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുവിധം പുരുഷന്മാർ ഇപ്പോഴും ഈ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. സ്വന്തം ഭാര്യ ജോലിക്ക് പോകുന്നത് എന്തോ വലിയ അഭിമാനക്കുറവ് പോലെയാണ് ചില കിഴങ്ങൻ ഭർത്താക്കന്മാർ വിചാരിച്ചു വെച്ചേക്കുന്നത്. അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവള് ജോലിക്ക് പോയാൽ 4 പൈസ സമ്പാദിച്ചാൽ ഞാൻ വളരെ താന്നു പോവും, എനിക്ക് വിലയില്ലാതെയാവും, അല്ലെങ്കിൽ എന്നെക്കാളും ഭാര്യ കൂടുതൽ സമ്പാദിക്കാൻ തുടങ്ങിയാൽ അവിടെ എൻ്റെ ഒരു മാർക്കറ്റ് ഇടിയും. ഇങ്ങനത്തെ വൃത്തികെട്ട മെൻറ്റാലിറ്റിയുള്ള പുരുഷന്മാർ എന്താ ചെയ്യുന്നത്? വിദ്യാഭ്യാസമുള്ള ഭാര്യമാരാണെങ്കിൽ അവരെ ജോലിക്ക് വിടാണ്ട് വീട്ടിൽ പിടിച്ചു വെച്ചേക്കാം. ചില ഭർത്താക്കന്മാർ സോഫ്റ്റായിട്ട് പറയും, ഞാൻ സമ്പാദിക്കുന്നില്ലേ, നീ പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ഈ വരുമാനം പോരെ. അപ്പോൾ ഭാര്യമാർ വിചാരിക്കുക എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. പക്ഷെ അവിടെയും സ്നേഹം കൊണ്ടല്ല എന്ന് പറയുന്നില്ല, ചില കേസിലുണ്ടാവും. പക്ഷെ ചില കുരുട്ടുബുദ്ധിയുള്ള കിഴങ്ങൻ കെട്ടിയന്മാർ ഇങ്ങനെ പറയും, അവർ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ പുറത്തു പോയി 4 പൈസ സമ്പാദിച്ചാൽ ചില പുരുഷന്മാർക്കുള്ള ഏറ്റവും വലിയ ഈഗോ ആണ്, ഭാര്യ ഭർത്താവിനേക്കാൾ കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു കണ്ണക്കടിയായിരിക്കും. ചിലപ്പോൾ വല്ല ഹോട്ടൽ ജീവനക്കാരായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് വിദ്യാഭ്യാസമുള്ളൊരു ഭാര്യ നല്ല സർക്കാർ ജോലിയോ അല്ലെങ്കിൽ മാന്യമായ വേറെ എന്തെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞാൽ അതും കണ്ണിക്കൂരുള്ള ഭർത്താക്കന്മാർ ഇഷ്ടം പോലെ എനിക്കറിയാം. അവരുടെ ജോലി എങ്ങനെ മുടക്കാം, എങ്ങനെ പണിക്ക് വിടാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന കുരുട്ടുബുദ്ധിയുള്ള ഭർത്താക്കന്മാരെ എനിക്കറിയാം. അവർക്ക് എന്തോ വലിയ അപമാനമാണിത്. ഭാര്യ നല്ലൊരു ജോലിക്ക് പോകുന്നത് അപമാനമായി കാണുന്ന വൃത്തികെട്ട പുരുഷന്മാർ, അങ്ങനെ തന്നെ പറയാം. ഞാൻ പെൺമക്കളുള്ള അമ്മമാരോടുള്ള അച്ഛന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മക്കള്, വളർന്നു വരുന്ന പെൺമക്കള് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും മറ്റൊരുത്തിൻ്റെ വീട്ടിൽ പോയാൽ ജോലിക്ക് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാനാണോ നിങ്ങൾ ആ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്? സ്വന്തം കാലിൽ നിന്ന് നാളെ വേറെ ഒരുത്തിൻ്റെ മുമ്പിൽ കൈ നീട്ടാതെ അവക്കൊരു വരുമാനം കൊണ്ട് അവൾ ജീവിക്കട്ടെ എന്നുള്ള നിലയിലാണോ നിങ്ങളെ മക്കളെ ഇതാണോ പഠിപ്പിക്കുക? നാളെ നീ വേറൊരുത്തൻ്റെ വീട്ടിൽ പോയാൽ അവിടുത്തെ ഭാര്യ വീട്ടുവേലകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിക്കണം, ഭർത്താവിൻ്റെ അമ്മേനെ അനുസരിക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് സേവനം ചെയ്യണം, അവൻ പറയുന്നത് കേട്ടിട്ടാണ് നീ ഇനി അങ്ങോട്ട് ജീവിക്കുന്നത്, അവൻ അനങ്ങരുത് എന്ന് പറഞ്ഞാൽ നീ അനങ്ങരുത്, തിന്നരുതെന്ന് പറഞ്ഞാൽ നീ തിന്നരുത്, ബാക്കി ഞാൻ പറയുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന ഓരോ പെൺകുട്ടീനെയും പഠിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ഒരു വീട്ടിലേക്ക് വേറൊരു പെണ്ണ് കയറി ചെല്ലുന്നത് അവിടുത്തെ അടുക്കളപ്പണി എടുക്കാൻ വേണ്ടിയിട്ടല്ല. ആ കാലം അത്രയും ആ വീട്ടിലെ ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള സ്ത്രീ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടൊരു വേറൊരു പെണ്ണ് കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളുടെ ആ പെണ്ണിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവൾ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കട്ടെ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നു? ചില പുരുഷന്മാരുണ്ട് അമ്മയ്ക്കൊരു കൂട്ട് എന്ന നിലയിൽ ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്ന ചില പോങ്ങം കെട്ടിയോഗന്മാർ. അമ്മയ്ക്ക് കൂട്ടായിട്ടാണെങ്കിൽ നിങ്ങൾ വല്ല ഹോം നേഴ്സിനെയോ വേലക്കാരിയോ വെക്കുക. നിങ്ങൾക്കൊരു കൂട്ട്, നിങ്ങൾക്കൊരു ജീവിത പങ്കാളി, അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റൊരു വിവാഹം കഴിക്കുക, ഒരു പെണ്ണിനെ നിങ്ങളുടെ കൂടെ കൂട്ടുക. ഒരു പെണ്ണ് ഇത്രയും അടി വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്ത്രീ ഫിസിക്കലി ഫിറ്റ് അല്ല, അതായത് ഒരു പുരുഷനെ ചേർത്ത് എന്തൊക്കെ സ്ത്രീ ജിമ്മിൽ പോകുന്നുണ്ട്, കരാട്ട പഠിച്ചു, കുങ്ഫു പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീൻ്റെ ശാരീരിക ഘടന വെച്ചിട്ട് ആ സ്ത്രീക്ക് ഒരു പുരുഷനെ എതിർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 99% സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കാര്യം മുതലെടുത്തിട്ടാണ് ഇവന്മാർ പെണ്ണുങ്ങൾ അദ്ദേഹത്തെ കൈവെക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്, കാരണം തിരിച്ചടിച്ചാൽ ചിലപ്പോൾ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന.
പ്രതികരിച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ ഒരു നിസ്സാര ബോധം കൊണ്ടാണ് ഈ വീക്കായിട്ടുള്ള സ്ത്രീകളെ ഇവര് ഇഞ്ച് ചതയ്ക്കുന്ന പോലെ ചതയ്ക്കുന്നത്. നേരെ മറിച്ച് ഒരു പുരുഷന്റെ ആരോഗ്യമുള്ള ഒരു സ്ത്രീയാണ് നേരെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ അവിടെ ഇതിലും വലിയ അടി നടന്നേനെ. ആണുങ്ങൾ തന്നെ നമ്മൾ കാണാത്തൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി ഇടി കച്ചറയൊന്നും. പക്ഷെ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വീക്ക്നെസ് മുതലെടുത്തിട്ടാണ് ഒരു സ്ത്രീനെ ഇങ്ങനെ അടിച്ച് പപ്പടമാക്കുന്നത്. തിരിച്ചടിക്കില്ല എന്നുള്ള ധൈര്യം കൊണ്ട്, തിരിച്ച് കിട്ടില്ല എന്നുള്ള ഹുങ്കുകൊണ്ട്. ചില ഭർത്താക്കന്മാരുണ്ട് ഇപ്പോഴും ഈ പാൽക്കുപ്പി അമ്മമാരെ ട്രെയിനിങ്ങിൽ വളർന്ന വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള പുരുഷന്മാർ, അങ്ങനെ തന്നെ പറയാം. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ആൺകുഞ്ഞ് വളർന്നു വരികയാണ്. ഒരമ്മ അവരോടുള്ള സ്നേഹം കൊണ്ട് ഒരു പ്രായം വരെ പറയും, മകനെ നീ കഴിച്ച പാത്രം അവിടെ വെച്ചു, ഞാൻ എടുത്തോളാം. അമ്മമാരത് ശീലിപ്പിച്ച് ഇപ്പം എന്താ ഉണ്ടാവുന്ന വെച്ചാൽ തിന്ന് എഴുന്നേറ്റ് പോകുന്ന സ്ഥലത്ത് നിന്ന് വറ്റ് പെറുക്കി പ്ലേറ്റിൽ വെക്കാനോ അല്ലെങ്കിൽ ആ കഴിച്ച പ്ലേറ്റിൽ നിന്ന് അടുക്കള വരെ കൊണ്ടുവെക്കാനോ പോലും കൈ പൊന്താത്ത നട്ടലിൻ്റെ സ്ഥലത്ത് വാഴപ്പിണ്ടിയുള്ള പൊട്ടന്മാരാണ് ഭർത്താക്കന്മാരായിട്ട് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിലോട്ട്. ഭൂരിഭാഗം ആൾക്കാരും പറയുന്നില്ല ഇക്വാലിറ്റി പോലെ അല്ലെങ്കിൽ താൻ കഴിച്ച വേസ്റ്റ് എടുക്കാനല്ല മറ്റൊരു പെണ്ണ് എന്ന ബോധ്യത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞ കണത്തിലുള്ള ചില പൊട്ടന്മാരും നാട്ടിലുണ്ട്. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ തിന്ന പ്ലേറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തോ വലിയ കുറച്ചിലാണ്. ചിലവർ ചോദിക്കുന്ന പിന്നെന്തിനാ നിനക്കെന്താ വേറെ പണി? അവർ വിചാരിച്ചു വെച്ചേക്കുന്നത്, പഠിച്ചു വെച്ചേക്കുന്നത്, അവരുടെ വീട്ടിൽ നിന്ന് അവർ കണ്ടു വളർന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അവർ പഠിപ്പിച്ചത് ഇതാണ്: തിന്ന പ്ലേറ്റ് എടുക്കാനാണ് ഒരു പെണ്ണ്, അവൻ ഇട്ട തുണികൾ കഴുകാനാണ് ഒരു പെണ്ണ്, വീട്ടിലെ ജോലികൾ ചെയ്ത് അവനെ സേവിക്കാനാണ് ഒരു പെണ്ണ്. അല്ലാതെ പെണ്ണിനെ വാശി, ദേഷ്യ, വികാരം, സന്തോഷം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ കരുതി വച്ചേക്കുന്നത്. ഒരു പുരുഷന് വേദനിക്കുന്ന പോലെ തെറി പറയുമ്പോൾ, ചീത്ത കേൾക്കുമ്പോൾ രോഷം പിടിക്കുന്ന പോലെ തന്നെ ഒരു സ്ത്രീക്കും ഉണ്ടാകും. അത് ഇതുവരെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ സ്ത്രീകൾക്കല്ലാണ്ട് പുരുഷന്മാർക്ക് പറ്റില്ല. ഇപ്പൊ ആ ക്യാരക്ടർ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കിയ സ്ത്രീകളാണ് ഇങ്ങനെ, പുരുഷന്മാരാണ് സ്ത്രീകൾ ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ അപ്പോഴും അടി വീഴ സ്ത്രീക്ക് തന്നെയായിരിക്കും. ഒരു തവണ സ്ത്രീന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മതി. ഒരു തവണ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഭാര്യമാരെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അപ്പോഴേക്കും അമ്മ സെന്റിമെന്റ്സ് കയറും. അയ്യോ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴിച്ച പാത്രം അമ്മ എടുക്കുമായിരുന്നു, ഞാൻ കഴിച്ച സ്ഥലം അമ്മ ക്ലീൻ ചെയ്യുമായിരുന്നു, അയ്യോ പാൽക്കുപ്പി മക്കള്. അത്രയ്ക്കും ആ തള്ള ചെയ്തു കൊടുക്കുന്നത് സ്വന്തം മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാൽ പിന്നെ ഒരു പ്രായം കഴിയുന്ന സമയത്ത് അമ്മേനെ ബുദ്ധിമുട്ടാക്കണ്ട, ഞാൻ കഴിച്ച പാത്രം ഞാൻ തന്നെ എടുത്തേക്കാം, അടുക്കളയിൽ കൊണ്ടുവച്ചേക്കാം, അതൊന്ന് കഴുകി വെച്ചേക്കാം. എന്തായാലും തിന്നിട്ട് എഴുന്നേറ്റ് കൈ കഴുകാൻ വേണ്ടി പോകണം. ആ പോകുന്ന വഴിക്ക് ആ പ്ലേറ്റ് ഒന്ന് അവിടുന്ന് പൊക്കി അടുക്കളയിൽ വെക്കാനോ കഴിച്ച് കഴുകി വെക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊരു മകനുണ്ട്, അവന് 5 വയസ്സുണ്ട്. ഞാൻ അവനെ ഇപ്പോഴും അവൻ കഴിച്ച പാത്രം അവൻ എടുക്കുന്ന പോലെ തന്നെയാണ് വളർത്തിയേക്കുന്നത്. കഴുകാൻ അവന് പറ്റാറില്ല, കാരണം വാഷ് ബേസിൻ്റെ അടുത്തോട്ട് അവന് ഹൈറ്റ് എത്തില്ല, അതുകൊണ്ട് അവൻ കഴുകാറില്ല. പക്ഷേ സ്കൂളിൽ അവൻ കഴിക്കുന്ന ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് തന്നെയാണ് അവൻ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അതിനുള്ള ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും കൊടുക്കുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പയ്യന്മാരുണ്ട്, ഈ +1 +2 പഠിക്കുന്ന സമയത്ത് അവർ കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം ഒന്ന് ബേസിക് മാനേഴ്സിൽ ഒന്ന് വെള്ളം ചുറ്റിച്ച് കഴുകി, തേച്ച് കഴുകേണ്ട, വെള്ളം ചുറ്റിച്ചൊന്ന് കഴുകി അടച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നതിന് പകരം ആ കഴിച്ച പാത്രത്തിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അടച്ച് പൊതിഞ്ഞ് ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ തൂവാല കൊണ്ടോ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് വീട്ടിലെ അമ്മമാർക്ക് അടുക്കളയിൽ കൊണ്ടുവച്ചെടുക്കുന്ന ആൺകുട്ടികൾ. ഒരു പരിധിവരെ അമ്മമാരെ തെറ്റു പറയും. നിങ്ങൾ വളർന്നു വരുന്ന മക്കളെ, ആൺമക്കളെ, നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷന് വേണ്ടി അറിഞ്ഞു ചെയ്യുക. ഇതെൻ്റെ ഭർത്താവ് കഴിച്ച പ്ലേറ്റാണ്, ഇറ്റ്സ് ഓക്കെ, ഞാൻ എടുക്കാം, അവൾ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് ചെയ്യുന്നതും അവരുടെ വീട്ടിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പെണ്ണിനെ കൊണ്ട് എടുപ്പിക്കുന്നത് തമ്മിൽ രണ്ട് വ്യത്യാസമാണ്. അപ്പോഴും ഒരു പുരുഷൻ പറയണം, കുഴപ്പമില്ലടി, ഞാൻ എടുത്തോളാം, ഇതിത്ര ഇതിലുള്ളൂ, ഞാൻ എടുത്തോളാം. അവൻ കഴിക്കുന്ന പാത്രങ്ങൾ, ആ വീട്ടിലെ പാത്രങ്ങൾ മുഴുവൻ കഴുകി വയ്ക്കുന്ന സ്ത്രീകളായിരിക്കും, തുണികൾ മുഴുവൻ കഴുകുന്ന സ്ത്രീകളായിരിക്കും, കുളിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സ്ത്രീകളാണ്, വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി മുറ്റം അടിച്ച് അവൻ താമസിക്കുന്ന ചുറ്റുപാട് ക്ലീൻ ചെയ്യുന്ന സ്ത്രീകളാണ് ഭാര്യമാര്, എസ്പെഷ്യലി ഭാര്യമാര്. എന്നാ പിന്നെ തന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതായത് അഴിച്ചു വെക്കുന്ന വസ്ത്രങ്ങൾ ഒരു സ്ഥലത്ത് അടുക്കി പെടുക്കി വെക്കുക, അല്ലെങ്കിൽ കഴിച്ച പ്ലേറ്റ് ഒന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് കഴുകി വെക്കുക. ചില കെട്ടിയന്മാരുണ്ട്, വെള്ളം കയറി വന്ന പാടെ ചായയും വെള്ളം ചോദിച്ചില്ല, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് കൊടുത്തില്ല എന്നും പറഞ്ഞ് മോന്ത വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഓരോന്നുങ്ങളുണ്ട്. ഐറ്റങ്ങളുടെയൊക്കെ മോന്ത പിടിച്ച് ചുമരുമ്പോൾ ഉരയ്ക്കുക വേണ്ടത്. വെള്ളം വേണമെന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സ്ത്രീക്ക് അറിയില്ല വെള്ളം വേണോ വേണ്ട. ഇത് എല്ലാ ദിവസവും ഈ അലാറം അടിക്കുന്ന മാതിരി ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ വെള്ളം വേണോ ചായ തരട്ടെ, വെള്ളം വേണോ ചായ തരട്ടെ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ജോലി കഴിഞ്ഞ് കയറി വരുന്നത് അവർ ദാഹത്തോടെയാണെങ്കിൽ അവർ പറയണം സ്ത്രീകൾ, ഇവിടെ ഒരു ചായ വെക്ക്, അല്ലെങ്കിൽ കുറച്ച് വെള്ളം താ, ഇങ്ങനെ അവർ പറയണം.
ഇതുപോലും അറിയാണ്ട് ഓരോ ഭർത്താക്കന്മാരെ നമ്മൾ വേറെ എങ്ങോട്ടൊക്കെയോ സംസാരിച്ച് പോകുന്നു. നമ്മളെന്താ പറഞ്ഞേ, ഈ വിഷയം സംസാരിച്ചാലും തീരൂല, സംസാരിച്ചാലും തീരാത്തൊരു വിഷയമാണിത്. കാരണം ഇപ്പോഴും നേരം വെളുക്കാത്ത കിഴങ്ങൻ ഭർത്താക്കന്മാരാണ് നാട്ടിലുള്ളത് ഭൂരിഭാഗം. എല്ലാവരും പറയുന്നില്ല. ചിലർ വിചാരിക്കുമോ ഞാൻ ആ വകുപ്പ് പെടുന്നില്ലല്ലോ എന്ന് ചില ആൾക്കാർ വിചാരിക്കും. വകുപ്പ് പെടാത്തവരല്ല പറയുന്നത്, നിങ്ങൾ ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. വകുപ്പ് പെടുന്ന ചില ആൾക്കാരുണ്ട്, അവരെയാ പറയുന്നത്. ഭാര്യമാർ ജോലിക്ക് പോയപ്പോൾ നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കൊരു സഹായമാവും. വേറെ ഒന്നും വിചാരിക്കണം, നിങ്ങൾക്കൊരു സഹായമാവും. നിങ്ങളുടെ അമ്മമാർ ചിലപ്പം വീട്ടിൽ ജോലിക്ക് പോവാതെ നിങ്ങളുടെ അപ്പനെ അനുസരിച്ച് വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അതേ സെയിം സാധനം നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെണ്ണിലും നിങ്ങൾ ജനിപ്പിക്കുന്ന പെൺകുട്ടികളിലും അടിച്ചേൽപ്പിക്കരുത് പ്ലീസ്. അവർക്കൊരു ഭാവിയുണ്ട്. ഇങ്ങനെ കല്യാണം കഴിയുന്നവരെ അപ്പനും അമ്മയും പറയുന്ന പോലെ ജീവിച്ച് വിവാഹത്തിന് ശേഷം ഭർത്താക്കന്മാർ പറയുന്നത് കേട്ട് പിന്നെ മക്കളായതിനു ശേഷം മക്കൾ പറയുന്നത് കേട്ട് ജീവിക്കാനാണെങ്കിൽ ഒരാൾക്ക് എന്തിനാണ് ലൈഫ്? ഈ 3 റോളും വേറെ ഡിഫറെൻറ്റ് പീപ്പിൾസ് ജീവിച്ച് തീർക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തിനാണ് ഒരു ലൈഫ്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് ഇതൊരു ക്രെഡിറ്റ് പോലെയാണ്. ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കേട്ടോ, നീ ചെയ്ത് നല്ലതാണ്, 2 എണ്ണം കൂടുതൽ കൊടുക്കുമെന്ന് പറയും. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഇത്രേ പറഞ്ഞു വരുന്നുള്ളൂ. കാരണം ഇത് നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മാറ്റം വരാത്ത അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഈ ഒരു ദാമ്പത്യ ലൈഫിൽ. ഇക്വാലിറ്റി. എല്ലാ കാര്യത്തിലും പറയുന്നില്ല, ഈ ഒരു ദാമ്പത്യ ലൈഫിലെ ഇക്വാലിറ്റി. അതുകൊണ്ട് നമ്മൾ ഈ വർത്താനം ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അത് കയറി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.